അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിലെ ഓവർ തിങ്കിങ് ആണ്. എന്താണ് ഓവർ തിങ്കിങ് എന്ന് നമുക്ക് നോക്കാം. പിന്നെ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ഓവർ തിങ്കിങ്ങിലെ മെയിനായിട്ട് നമ്മുടെ ബോഡിയുടെ ഒരു റെസ്പോൺസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ ബോഡി സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, പിന്നെ പലതരം സൈക്കോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ മൈൻഡിലും ബോഡിയിലും ഒക്കെ വരുന്ന സമയത്തില്ലേ നമ്മുടെ ബ്രെയിന് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന എ കൈൻഡ് ഓഫ് റെസ്പോൺസാണ് ഓവർ തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ രണ്ട് തരത്തിലുള്ള ഓവർ തിങ്കിങ് ഉണ്ട്. അതിന് ഫസ്റ്റ് വൺ ഈസ് റൂമിനേഷൻ, രണ്ടാമത്തത് വെറി. റൂമിനേഷൻ എന്ന് പറയുന്ന ഓവർ തിങ്കിങ് എന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ റിലേറ്റഡ് ടു അവർ പാസ്റ്റ്. അതായത് നമ്മൾ പാസ്റ്റിൽ ചെയ്ത കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ പാസ്റ്റിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്ന കുറേ കാര്യങ്ങൾ, പാസ്റ്റിൽ നമുക്ക് എടുക്കേണ്ടി വന്ന കുറേ ഡിസിഷൻസ്, അത് കാരണം ഉണ്ടായ പ്രോബ്ലംസ്, അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന കുറ്റബോധം, അങ്ങനെ തുടങ്ങി പാസിറ്റീവായിട്ട് എൻ്റർലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഓവർ തിങ്കിങ് ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഓവർ തിങ്കിങ്ങിനാണ് നമ്മൾ റൂമിനേഷൻ എന്ന് പറയുന്നത്. പക്ഷേ വെറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ ആലോചിച്ചിട്ട് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, വെറി എന്ന് പറയുക കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റൂമിനേഷൻ ഈസ് പാസ്റ്റ് ഫോക്കസ്ഡ് ആൻഡ് വെറി ഈസ് ഫ്യൂച്ചർ ഫോക്കസ്ഡ്. മനസ്സിലായോ? ഈ വീഡിയോയിൽ എനിക്കും നിങ്ങൾക്കും ഉപകാരമുള്ള ഓവർ തിങ്കിങ്ങിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 5 ടിപ്സ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇതിൽ ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ആണ്. അതായത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരുന്ന നെഗറ്റീവ് തോട്ട്സിനെ ചാലഞ്ച് ചെയ്ത് അതിനെ റീഫ്രെയിം ചെയ്ത് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങിനകത്ത് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലോട്ടിലെ നമുക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, നമുക്കൊട്ടും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ കയറി വരും. ഒരു ട്രെയിൻ വരുന്ന പോലെ ഇടിച്ച് കയറിയിട്ട് വന്നിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങും അല്ലേ. അങ്ങനെ കറങ്ങുന്ന ആ ഒരു സംഭവമാണല്ലോ നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. നമുക്ക് താല്പര്യമില്ല സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും ഒന്ന് തലയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നമ്മൾ സ്വയം പല സമയത്തും ആ ഒരു ടൈം അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ വിചാരിക്കും, എന്തിനാണ് എൻ്റെ മൈൻഡിൽ ഇതൊക്കെ വന്ന് ഇത്രയും സമയം ഞാൻ എന്തിനാണ് ഇത് ആലോചിച്ച് സമയം കളഞ്ഞു? ഒരു യൂസും ഇല്ല അല്ലേ. നെഗറ്റീവ്സ് അല്ലാതെ ഒരു പോസിറ്റീവ്സും ഓവർ തിങ്കിങ്ങിന് ഇല്ല. അതായത് നെഗറ്റീവ് തോട്ട്സിന് ഉള്ള ഓവർ തിങ്കിങ്ങിനില്ല. അപ്പം നമ്മൾ ഈ ഒരു റീസ്ട്രക്ചറിങ് ചെയ്യുന്ന വഴി എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ആ തോട്ടിനെ നമ്മൾ റീഫ്രെയിം ചെയ്യും. വലിയ കാര്യത്തെയാണ് ഈ നെഗറ്റീവ് തോട്ട്സ് ഇടിച്ച് കയറി നമ്മുടെ മൈൻഡിലോട്ട് വരുമ്പോൾ നമ്മൾ പറയും, നീ വന്നു, പക്ഷെ ഞാനിപ്പോൾ പണി പുറകിന് തരാം എന്ന് പറയണം നമ്മുടെ മൈൻഡ്. അതായത് സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് കുറേ നെഗറ്റീവ് തോട്ട്സ് വന്നു. അപ്പം നമ്മൾ ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബുക്ക് എടുത്തിട്ട് അങ്ങോട്ട് എഴുതുക, എൻ്റെ നെഗറ്റീവ് തോട്ട്സ് ഇതാണ്, ഇപ്പം എൻ്റെ മൈൻഡിൽ കയറി വന്ന നെഗറ്റീവ് തോട്ട്സ് ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതിയിട്ട് ആ സമയത്ത് എനിക്കുണ്ടായ ഇമോഷൻ എന്താണെന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എഴുതുക. പിന്നെ ഒരു കോളം കൂടെ എഴുതിയിട്ട് അതെങ്ങനെയാണ് എനിക്ക് വർക്ക് ചെയ്തത് റെഡിയാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് എഴുതുക. ആ തോട്ടിനെ നമ്മൾ റീഫ്രെയിം ചെയ്യും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ എഴുതുന്ന കാര്യമായിരിക്കും നമ്മുടെ ബ്രെയിനിനകത്തോട്ട് കയറി പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ നാച്ചുറലി എന്ത് ചെയ്യും, ബ്രെയിൻ റീവയർ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മുടെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എഴുതി വെച്ച സംഭവം നമ്മുടെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ, എല്ലാവരും നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫെയിലിയറാണ്, നിങ്ങളൊരു ഗുഡ് ഫോർ നത്തിങ് പേഴ്സൺ ആണെന്ന് എല്ലാവരും പറയുവാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഗുഡ് ഫോർ നത്തിങ് ആണ്, ഒരു ഫെയിലിയർ ആണെന്ന്. അങ്ങനെയുള്ള കേസിൽ എന്താണെങ്കിലും നമ്മൾക്ക് ബോധത്തോടെ ഇരിക്കുന്ന സമയം മൊത്തവും എന്ത് ചെയ്യും, ഈ സംഭവം, ഈ ഒരു തോട്ട് നമ്മുടെ മൈൻഡിൽ നെഗറ്റീവ് തോട്ടായിട്ട് കിടന്ന് കറങ്ങി നമ്മൾ ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു സ്പൈറലിനകത്ത് കൊണ്ടുപോയി ഇടും അല്ലേ. ആ സ്പോട്ടിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നൊരു ബുക്ക് എടുക്കുക, ഒരു പേജ് എടുക്കുക, ആ പേജ് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് കോളത്തിൽ നമുക്കുണ്ടായ നെഗറ്റീവ് തോട്ട് എന്താണെന്ന് എഴുതി വെക്കുക. രണ്ടാമത്തതിൽ നിങ്ങൾക്ക് ആ സമയത്ത് ആ നെഗറ്റീവ് തോട്ട് ഉണ്ടായ സമയത്ത് നിങ്ങൾക്കുണ്ടായ ഇമോഷൻ എന്താണെന്ന് എഴുതി വെക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറഞ്ഞ കേസ് വെച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എന്താ എഴുതുക, ഐ എം എ ഫെയിലിയർ ഓർ ഐ എം ഗുഡ് ഫോർ നത്തിങ്. ഓക്കെ, അപ്പോൾ അത് കേട്ട സമയത്ത് എനിക്കുണ്ടായ ഇമോഷൻസ് എന്താണ്, എനിക്ക് ഭയങ്കര സങ്കടവും നിരാശയും ഡിപ്രഷനും എല്ലാം കൂടെ കയറി വന്നു അല്ലേ. ഫീൽ ലൈക്ക് നത്തിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അപ്പം അത് എഴുതി വെക്കുക സെക്കൻഡ് കോളത്തിൽ. മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
Others may feel like I am a failure, but I am actually walking towards my success. അങ്ങനെ എഴുതുക. ഇതിനകത്ത് അതേഴ്സ് മേ ഫീൽ ലൈക്ക് എന്നുള്ളതിന് പകരം ഐ മേ ഫീൽ ലൈക്ക് എന്ന് എഴുതാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് ഇവർ പറയുന്നത് ആക്ച്വലി അക്സെപ്റ്റ് ചെയ്തു, വിശ്വസിച്ചത് കൊണ്ടാണ് എന്താണ് നമ്മളൊരു ഫെയിലിയർ ആണെന്ന് നമുക്ക് സ്വന്തമായിട്ട് തോന്നുന്നതും ആ ഒരു തോട്ട് നമ്മുടെ മൈൻഡിൽ കിടന്ന് കറങ്ങുന്നതും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡെപ്തിൽ ഇങ്ങനെ എഴുതാം, ഐ മേ ഫീൽ ലൈക്ക് എ ഫെയിലിയർ ബട്ട് ഐ എം ആക്ച്വലി വാക്കിംഗ് ടുവേർഡ്സ് മൈ സക്സസ്. അങ്ങനെ എഴുതാം കേട്ടോ. ഇങ്ങനെ നമ്മളുണ്ടല്ലോ ആ നെഗറ്റീവ് തോട്ടിനെ പെർട്ടിക്കുലർലി ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ എഴുതി വെച്ച് അതിനെ റീസ്ട്രക്ചർ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഇത്രയും നാൾ നമ്മൾ മൈൻഡിൽ ഫീഡ് ചെയ്ത് സത്യമാണ്, മറ്റുള്ളവർ പറയുന്നത് സത്യമാണെന്ന് ഉറച്ച് വിശ്വസിച്ച് നമ്മുടെ ബ്രെയിനിനകത്ത് നമ്മൾ നിറച്ച് വെച്ചേക്കുന്ന കുറേ തോട്ട്സ് ഉണ്ടല്ലോ, ആ തോട്ട്സിനെ എല്ലാം റീപ്രോഗ്രാം ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ചെയ്യുന്നത് വഴിയിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ടെക്നിക്കാണ് വെറി ടൈം. വെറി ടൈമിൽ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കയറി വരുന്ന ഉത്കണ്ഠകളാണല്ലോ ഈ വെറീസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്കത് എങ്ങനെ അത് മാറ്റാമെന്നുള്ളതാണ്. അതായത് നമ്മൾ ഡെയിലിയിൽ ഒരു ഒരു സ്പെസിഫിക് പെർട്ടിക്കുലർ ടൈം നമ്മൾ ഈ ഒരു ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെക്കുക. അതായത് ഞാൻ ഫിക്സ് ചെയ്തു, അപ്പം ഇന്ന ദിവസം എല്ലാ ദിവസവും ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ, അതായത് 4 മണി തൊട്ട് ഒരു 4:10 വരെ ഞാൻ ഡെയിലി എൻ്റെ ടെൻഷൻസിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുവാണ്. അതിനെനിക്കൊരു പെർട്ടിക്കുലർ ടൈം ഉണ്ടെന്ന് ഞാൻ ഫിക്സ് ചെയ്തു. അപ്പം ബാക്കിയുള്ള സമയത്ത് നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ തിങ്ക് ചെയ്യുക, ഇപ്പം ഇതിനുള്ള ടൈമല്ല, എനിക്കിനി 4 മണി തൊട്ട് 4:10 വരെയാണ് ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കാനുള്ള ടൈം. അപ്പോൾ ആ ഒരു സമയത്ത് അത് തിങ്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ബോക്സിലിട്ട് അടയ്ക്കുന്ന പോലെ ആ വന്ന തോട്ട്സിനെ എടുത്ത് ഒരു ബോക്സിലിട്ട് അടച്ചങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ. സിമ്പിളാണ്, ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഇതാണ് വെറി ടൈം നമ്മൾ നമ്മുടെ ലൈഫിൽ ഡെയിലി കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ടിപ്പാണ് തോട്ട് ഡംപിങ് അഥവാ ജേർണലിംഗ് എന്ന് പറയും. ജേർണലിംഗ് നമ്മൾ എപ്പോഴും പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. പക്ഷേ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് ജേർണലിംഗ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതായത് നമ്മുടെ മൈൻഡിൽ നമ്മളിപ്പം ഒന്ന് സങ്കല്പിച്ച് നോക്കുക, ഒന്ന് കമ്പയർ ചെയ്യുക. ഒരു എല്ലാം അലമ്പായിട്ട് കിടക്കുന്ന ഒരു റൂമാണ്, ഫുള്ള് എല്ലാ കാര്യങ്ങളും വലിച്ചു വാരിയിട്ടേക്കുന്ന ഒരു റൂം പോലെ നമ്മുടെ മൈൻഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കൊരു ക്ലാരിറ്റിയും ഉണ്ടാകത്തില്ല. ഇപ്പോൾ റൂമുമായിട്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് സാധനം എവിടെയാണ് വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും നമ്മളൊരു ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു റൂമിൽ ജീവിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെയാണ് നമ്മൾ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് വെച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ജേർണലിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സ് ഫുള്ളായിട്ട് എഴുതി കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ഒരു പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ അത് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ആ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നൊരു ചിന്തയാണ്, അതൊരു കൈൻഡ് ഓഫ് ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഫുള്ള് കാര്യങ്ങൾ നമ്മളൊരു പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എഴുതി വരുന്ന സമയത്തില്ലേ നാച്ചുറലി നമ്മുടെ മൈൻഡ് ഡീക്ലട്ടറായിട്ട് ആവശ്യമില്ലാത്ത തോട്ട്സ് എല്ലാം നമ്മുടെ മൈൻഡിൽ നിന്ന് മാറിപ്പോകും കേട്ടോ. ഈ ജേർണൽ ചെയ്തിട്ട് നിങ്ങളിത് സൂക്ഷിച്ച് വെക്കണമെന്നില്ല, പക്ഷേ റെഗുലർലി നിങ്ങളിങ്ങനെ അഥവാ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദിവസങ്ങൾ കഴിയുന്തോറും അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പം നിങ്ങൾ ആ നമ്പർ ഇട്ട് എഴുതി വെച്ചിരുന്ന നെഗറ്റീവ് തോട്ട്സ് ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി നാലാമത്തെ ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് ആൻഡ് ഗ്രൗണ്ടിങ് ടെക്നിക്കാണ്. അതായത് ഒരു പ്രസൻറ്റിൽ ജീവിക്കുക എന്ന് വെച്ച് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മളിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലോട്ട് നമ്മുടെ മനസ്സിനെ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഫുഡ് കുക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഫുഡ് കുക്ക് ചെയ്യുവാണ്, ഞാൻ ദാ എണ്ണ ഒഴിച്ചു, ദേ കടുകിട്ടു, കറിവേപ്പില ഇട്ടു, അത് നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാം. എത്ര പേരുണ്ട് അങ്ങനെ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുന്നത്? അങ്ങനെ എനിക്കറിയില്ല കേട്ടോ. ഈവൻ ഞാൻ ഉൾപ്പെടെ പല സമയങ്ങളിലും മൈൻഡ് ഔട്ടായിട്ട് നിന്നിട്ട് കുക്ക് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്തിലെ ഫുഡിന് ഭയങ്കര ടേസ്റ്റും കൂടും കേട്ടോ. അങ്ങനെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പം മൈൻഡ്ഫുള്ളായിട്ട് നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ജീവിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫുഡ് കഴിക്കുവാണ്, അപ്പം നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല, ഓ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഫുഡാണ് ഞാൻ ഈ കഴിക്കുന്നത്, അതിൻ്റെ ടേസ്റ്റ് ഞാൻ എൻജോയ് ചെയ്യുന്നത് ആണ് കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീലിങ്ങിലല്ല നമ്മൾ പലപ്പോഴും ഫുഡ് കഴിക്കാറല്ലേ. ചില സമയങ്ങളിൽ നമുക്ക് പറ്റാറുണ്ടോ എന്തോ ടേസ്റ്റാണ് ഈ ഫുഡിനെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കും. പക്ഷേ ഒരു
80% ടൈമിൽ നമുക്കത് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ അതാണ് മൈൻഡ്ഫുൾനെസ്സിനൊരു എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതായത് നമ്മൾ ആ പ്രസൻറ്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇപ്പം നമ്മൾ കുട്ടികളുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേരെപ്പോഴും ഇല്ലേ ആ ഒരു മൊമെൻറ്റിലാണ് അവർ ജീവിക്കുന്നത്. അവർ കരയുവാണെങ്കിൽ കരഞ്ഞ് അവിടെ നിർത്തിയിട്ട് അത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകും അല്ലേ. ഇപ്പം നമ്മൾ വഴക്ക് പറഞ്ഞിട്ട് പിള്ളേരൊന്ന് കരഞ്ഞു, അപ്പോൾ അവർ കരഞ്ഞ് അതവിടെ കളഞ്ഞിട്ട് പോയി. പിന്നെ നമ്മളെ കാണുമ്പോൾ അവർ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കും. മനസ്സിലായോ? അപ്പം പിന്നെ അവർ കളിക്കാൻ പോവുകയാണെങ്കിൽ മൊത്തത്തിൽ അതിൽ മുഴുകിയായിരിക്കും കളിക്കുന്നത്. അപ്പം നമ്മളും അതുപോലെ ഒരു പ്രസൻറ്റിൽ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്തിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഓവർ തിങ്കിങ് കുറേ പോവും. കുറേ നമ്മൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ ഓവർ തിങ്കിങ്ങുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് ആ ഒരു ചിന്ത മാറ്റാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് വിസിബിളായിട്ട് നമുക്ക് ചുറ്റും വിസിബിളാവുന്ന ഒരു 5 കാര്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കുക. അത് എന്തെങ്കിലും 5 കാര്യത്തിനകത്തോട്ട് നോക്കുക, പെട്ടെന്ന് അതിനെ പറ്റിയിട്ടൊന്ന് തിങ്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ ഒരു 2ഓ 3ഓ കാര്യങ്ങളിനകത്ത് പോയിട്ട് ടച്ച് ചെയ്തിട്ട് അതൊന്ന് ഫീൽ ചെയ്യുക. മനസ്സിലായോ? അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഫ്രീസർ തുറന്നിട്ടൊന്ന് ഒരു ഐസ് ക്യൂബ് കയ്യിലെടുത്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്താൽ പോലും എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു തോട്ട് പ്രോസസ്സ് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പ്രസൻറ്റിലോട്ട് വരും അല്ലേ. അപ്പം അതാണ് ആ ഒരു മൈൻഡ്ഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5th പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റി സ്കെഡ്യൂളിംഗ് ആണ്. അതായത് ഹെൽത്തി ആയിട്ടുള്ള വേറുള്ള ഹാബിറ്റ്സിലോട്ട് നമ്മുടെ ഡേയെ നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുക. അതായത് നമുക്ക് കുഞ്ഞിലെ പല ഹോബീസും കാണും. നമ്മളൊരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ നമുക്ക് ആക്ടിവിറ്റി സ്കെഡ്യൂളിങ് നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഏതെങ്കിലും ഒരു ഹോബി നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ഒഴിവ് സമയത്ത് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നാച്ചുറലി എന്ത് ചെയ്യും, അതിലോട്ട് ഇറങ്ങും. അപ്പോൾ നമുക്കുടെ ബ്രെയിനിന് അത് പെർഫെക്റ്റ് ആക്കാനുള്ള തിങ്കിങ് കപ്പാസിറ്റി ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവും. അല്ലാതെ നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ പറ്റിയിട്ട് ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ തിങ്ക് ചെയ്യത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഈ ഞാൻ പറഞ്ഞ 5 ടിപ്സ് ഉണ്ടല്ലോ, ഈ 5 ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലില്ലേ ഓവർ തിങ്കിങ്ങിന് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടും ഡെയിലി നമുക്ക് ഡേ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയെന്ന് തോന്നുന്നു. എന്നാലും എല്ലാവർക്കും ടിപ്സുകൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ജസ്റ്റ് കേട്ടിട്ട് കളയരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോയിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റത്തെ 2-3 വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഒന്ന് കമൻറ്റ് ചെയ്യണേന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ അതെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.